Hi everyone, this is Yevin Say from Evika. അങ്ങനെ നമ്മുടെ iOS 8-ന്റെ ബീറ്റ 3 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 925.8 MB-ലാണ് എൻ്റെ iPhone 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു GB-യുടെ ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറേയധികം പുതിയ ബീറ്റ അപ്ഡേറ്റ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.22a5307F എന്ന് ഈ ഒരു ആൽഫബറ്റ് എയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസോ കോൾ ഡ്രോപ്പിങ്ങോ ഇതിൽ കുറയാനോ അല്ലെങ്കിൽ മാറാനോ ചാൻസ് ഉണ്ട്. അടുത്ത വന്നിരുന്ന അപ്ഡേഷൻ നമ്മുടെ iOS 18-ലെ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ടിൻഡഡും ആക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ ഐക്കൺസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 3 യൂട്യൂബിൻ്റെ ഐക്കൺസും ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. യൂഷ്വലി നമ്മുടെ ഈ പറയുന്ന ഡാർക്ക് മോഡ് ഈ നമ്മുടെ ഡിവൈസ് ഡാർക്ക് മോഡിലേക്ക് ഇട്ടാലും ഐക്കൺസ് ചേഞ്ച് ആവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഐക്കൺസും ഇതേപോലെ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ആവുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ വാൾ പേപ്പറിലാണ്. പുതിയ ഒരു വാൾ പേപ്പർ നമുക്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം പുതിയൊരു വാൾ പേപ്പർ നമുക്ക് ആഡ് ചെയ്യാം. iOS 18-ലാണ് നമുക്ക് പുതിയ വാൾ പേപ്പർ വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് കുറച്ചധികം കളേഴ്സ് മാത്രമായിരുന്നു ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഡൈനാമിക് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കളേഴ്സ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയാവാൻ പോകുന്നത് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസുകൾക്കാണ്. ഓരോ വട്ടം എടുക്കുമ്പോഴും ഈ ഒരു കളേഴ്സ് നല്ല രീതിക്ക് മാറാനും ആ ഒരു ആനിമേഷൻ ഫ്ലൂയിഡായിട്ട് വരാനും നമുക്ക് ചാൻസ് ഉണ്ട്. ആൻഡ് എല്ലാ ഡിവൈസിലും ഈ പറഞ്ഞ ആനിമേഷൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്ലൂയിഡായിട്ട് ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസിലായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഒരു പുതിയ ആ ഒരു ഐക്കണും കൂടെ അല്ലെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ടോർച്ച് മാറ്റിയിട്ട് പുതിയ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. ഞാനൊക്കെ പേഴ്സണലി കുറേ ആഗ്രഹിച്ച ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്പിൾ മ്യൂസിക് ഇനി മുതൽ ലോക്ക് സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനും ആപ്പിൾ iOS 8-ന്റെ ഈ ഒരു ബീറ്റയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്ററിൽ ഓരോ ഐക്കൺസും അതേപോലെ ഓരോ ടെക്സ്റ്റുകളും നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വൈഫൈയുടെ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക കുറച്ചധികം ബഞ്ച് ഓഫ് ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇനി മുതൽ ആരോസ് കാണാൻ പറ്റും. അതായത് ഈ ആരോസ് ഉള്ളത് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ സബ് ഓപ്ഷൻസ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ ആരോസ് ഇവിടെ കൊണ്ടുവരിക്കുന്നത്. ഇവിടെ എയർ ഡ്രോപ്പിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ സെല്ലുലറിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓഫ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അതിന് വേറെ ഒരു സബ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ആരോസ് കാണിക്കാത്തത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളും ഡീറ്റെയിൽസും നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതേപോലെ കിടിലനായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ സെറ്റിങ്സിലും കൺട്രോൾ സെൻറ്ററിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുത്തിട്ട് കൺട്രോൾ സെൻറ്റർ എടുക്കുക. ഇവിടെ ഒരു പുതിയ ആനിമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സെൻറ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് സ്ക്രോൾ ചെയ്യുക, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഒരു ചെറിയ ആനിമേഷനായിട്ട് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോസ് ആപ്പിൽ ഈ ഒരു മാറ്റം ശരിക്കും വരുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ മനസ്സിലാവും. ഇവിടെ സെലക്ട് സെർച്ച് ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ID കൊടുത്തിട്ടുണ്ട്. ഇത്രയും നാൾ ബീറ്റ 2 വരെ ഇവിടെ ഈ പറഞ്ഞ സെലക്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സെർച്ചും ഈ ഒരു ആപ്പിൾ ID മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോസ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ മാത്രമായിരുന്നു സെലക്ട് ഓപ്ഷൻ വന്നിരുന്നത്. ആ ഒരു ലേ ഔട്ട് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ഫോട്ടോസ് ആപ്പിൽ വന്നിരിക്കുന്നത്.
അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ സിറിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വാട്ട് ഈസ് 1 + 2? The answer is 3. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കോപ്പി ബട്ടൺ നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മാത്സിന് മാത്രമല്ല കറൻസി എക്സ്ചേഞ്ചിനും മാത്സ് റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ കോപ്പി ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. കൺവേർട്ട് 100 USD in INR. It's 8,345. അതിനും നിങ്ങൾക്കിവിടെ കോപ്പി ബട്ടൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യാം, നമുക്കത് കോപ്പി ആയിട്ടുണ്ട്. ഇതേപോലെ മാത്സ് റിലേറ്റഡുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും ഇനി നമുക്ക് കോപ്പി ബട്ടൺ വരും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അത് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. മെസ്സേജസിലോ ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് വന്ന മേജർ മാറ്റം നമ്മുടെ കീബോർഡിലെ ഇമോജി സെഷനിലാണ്. നേരെ നമ്മുടെ കീബോർഡ് എടുക്കാം. ഇമോജി സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ ബിഗ്ഗറായിട്ടാണ് നമ്മുടെ ഇമോജീസ് നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഗ്യാപ്പ് ഈ പറഞ്ഞ ഇമോജീസ് സെലക്ട് ചെയ്യാത്തതുകൊണ്ടല്ല, അതൊരു ചെറിയ ബഗ്ഗാണ്. നമ്മുടെ ഇമോജി അല്ലെങ്കിൽ ആനിമോജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ആ ഒരു ആനിമോജി ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ ബെറ്ററും അതേപോലെ ബിഗ്ഗറുമായിട്ടാണ് നമ്മുടെ ഇമോജി സെഷൻസ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനും പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാനും നമുക്ക് ഈ പറഞ്ഞ ഇമോജി സെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി മുതൽ നമുക്ക് ഇവിടെ എൻ്റെ ആനിമോജി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ എനിക്കിവിടെ പറ്റും. ഓരോ ആനിമോജിയും അതേപോലെ എൻ്റെ ആ ഒരു ഫേസുകളും ഈസി ആയിട്ട് എനിക്ക് എടുക്കാനും ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് എനിക്ക് ടാപ്പ് ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന ജെമോജി എന്ന് പറയുന്ന ഓപ്ഷൻ കീബോർഡിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രാക്ടീസ് ഇപ്പോൾ എല്ലാ യൂസേഴ്സിനും എസ്പെഷ്യലി ഡെവലപ്പേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഇനി iOS 18 വന്നിരിക്കുന്ന ബഗ്ഗുകൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ബഗ്ഗായിരുന്നു എനിക്ക് വാട്സാപ്പ് നല്ല രീതിക്ക് ക്രാഷ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗ് ഇപ്പോൾ ഇതിൽ മാറിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ബഗ്ഗ് മാറിയപ്പോൾ തന്നെ എനിക്ക് ഒന്നും കൂടെ വാട്സാപ്പ് റീഇൻസ്റ്റോൾ ചെയ്യേണ്ടി വന്നു. ആ ഒരു കാര്യം കൂടെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ബഗ്ഗ് ഇപ്പോൾ ആക്ച്വലി റിസോൾവ് ആയിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ചില സമയത്ത് എൻ്റെ ഡിവൈസ് ഹാർഡ് റീബൂട്ടിലേക്ക് പോകും. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഹാർഡ് റീബൂട്ടിലേക്ക് പോകും, എന്നിട്ട് തന്നെ ഓപ്പണായി വരും. അതേപോലെ നല്ല ലാഗ് എനിക്കുണ്ടായിരുന്നു. ആ ലാഗ് ഈ ഒരു അപ്ഡേഷനിൽ കുറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഈ ഒരു ബേറ്റയിൽ ഒരു 1-2 ദിവസം കഴിഞ്ഞാണ് ആ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഇവിടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നമുക്ക് പോകുമ്പോൾ iOS 18 ഈ ഒരു ബീറ്റാ 3 റിലീസ് നോട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇതിൽ കുറേയധികം റിസോൾവ്ഡ് ഇഷ്യൂസ്, അതായത് ആക്സസറി സെറ്റപ്പ് കിറ്റ്, ആക്റ്റീവ് ഷെയറിംഗ്, ആട്രിബ്യൂഷൻ കിറ്റ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾക്ക് അവർ ബഗ് ഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ആപ്പിൾ ക്യാഷിന് ഒരു നോൺ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അസസീവ് ആക്സസിന് നമുക്ക് റിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ട്. ഏകദേശം 100 മേലെ ബഗ് ഫിക്സസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ബഗ് ഫിക്സ് ഉണ്ടെങ്കിലും നമ്മുടെ iOS 18 ബീറ്റ 3യിൽ നിങ്ങളുടെ ഫോണിൽ ബഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് വന്നിരിക്കുന്ന വേറൊരു ബഗ്ഗാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ എഡിറ്റിൽ പോയി കഴിഞ്ഞിട്ട് കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ക്ലിക്ക് ആവുന്നുണ്ട്, പക്ഷേ അത് സെലക്ട് ആവുന്നില്ല. ആ ഒരു ബഗ് എൻ്റെ ഡിവൈസിലുണ്ട്. ഇതേപോലെ കുറച്ചധികം സെലക്റ്റഡ് ആയ ബഗ്ഗുകൾ നിങ്ങളുടെ ഫോണിൽ വരുമ്പോൾ ഫീഡ്ബാക്ക് ആപ്പിൽ കയറുക, ഒരു ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ആപ്പിളിന് അത് ഫീഡ്ബാക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് പിന്നെയും ആപ്പിൾ ഓരോ അപ്ഡേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പെർഫോമൻസ് വൈസ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ ഈ ഒരു അപ്ഡേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം മണിക്കൂറുകളായുള്ളൂ. എന്നാലും സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കീബോർഡ് ലേഔട്ടിൽ ഇമോജിയുടെ ആ ഒരു സ്മൂത്ത്നെസ്സും ഇപ്പോൾ ഹോം സ്ക്രീനിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും നമ്മുടെ ഈ ഒരു ആപ്പ് ലൈബ്രറിയിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു സ്മൂത്ത്നെസ്സും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ക്യാമറ എടുക്കാം, ക്യാമറ ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഹെൽത്ത് ആപ്പ് എടുക്കാം, ഹെൽത്ത് ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സ്പ്ലാഷ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് ആക്ടിവിറ്റി, നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ ആപ്പിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഡോൺ ഷെയർ കൊടുക്കാം.
അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമ്മുടെ ഹെൽത്ത് ആപ്പ് വന്നിട്ടുണ്ട്. ഇനി കലണ്ടർ ആപ്പ് എടുക്കാം. കലണ്ടർ ആപ്പ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ലോഡ് ആവുന്നുണ്ട്. പെർഫോമൻസ് വൈസ് ഇപ്പോൾ എനിക്ക് വലിയ കാര്യങ്ങളായിട്ടൊന്നും വരുന്നില്ല. സോ ഇനി പോകെ എനിക്ക് ആ ഒരു ബഗ്ഗോ ബാക്കി കാര്യങ്ങളോ മനസ്സിലാവുള്ളൂ. ഇനി iOS 8 പബ്ലിക് ബീറ്റയും ബീറ്റ 4ഉം എന്നായിരിക്കും റിലീസാവുന്നത് വെച്ചാൽ മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ നമ്മുടെ iOS 8 പബ്ലിക് റിലീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മാത്രം വിട്ടുപോയാലാണ് അടുത്ത വീക്ക് ഈ പറഞ്ഞ 15th or 16th പബ്ലിക് ബീറ്റയും അതേപോലെ ബീറ്റ 4ഉം നമുക്ക് വരാനുള്ള ചാൻസ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ iOS 17.5.2 ഒരു വർക്കിങ്ങിലാണ്. കാരണം നമുക്ക് ക്ലോക്ക് ബഗിൻ്റെയും അതേപോലെ കുറച്ച് ബഗ് ഫിക്സസും വേണ്ടിയാണ് ആപ്പിൾ iOS 17.5.2 എന്ന് പറഞ്ഞ അപ്ഡേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ നിങ്ങൾ കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അപ്ഡേഷൻ്റെ പോലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അതേപോലെ ടെലിഗ്രാം വഴിയും അപ്ഡേറ്റ്സ് വേണമെങ്കിൽ എന്തായാലും നമ്മൾ ഫോളോ ചെയ്യുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കാനും ആ ഓരോ ന്യൂസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ വെബ്സൈറ്റിൽ ആ ഓരോ അപ്ഡേഷൻസും ന്യൂസും കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ www.evica.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evica.